ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ടെഡി ചെയ്യാനാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ടെഡി നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ബിയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 4Playയുടെ കോട്ടൺ യാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ചെറിയ സൈസിലുള്ള ബിയറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസിലുള്ള ബിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4Play ആണുള്ളത് 8Play ആണ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 4Play ആയതുകൊണ്ട് 2.5 mm ഹുക്ക് സെറ്റ് ഒരു സ്റ്റിച്ച് മാർക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. നമ്മൾ ലെഗ് ചെയ്തെടുക്കാനായിട്ട് മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യാം. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് കിട്ടും. യാനോർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാനോർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ആയി. 3 4 5 6. അപ്പോൾ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടെയിൽ എൻഡ് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഈ ഫസ്റ്റ് ചെയ്ത ഈ ഒരു ചെയിന് പോലെ കാണുന്ന ഈ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ എപ്പോഴും ലൈറ്റ് കളർ കൊണ്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ബിയർ എപ്പോഴും ഡാർക്ക് ഷെയ്ഡാണ് ഉണ്ടാവുക. എന്നാലും ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങളൊരു ലൈറ്റ് കളറിൽ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിച്ചസൊക്കെ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെയിമിൽ തന്നെ ഞാൻ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുകയാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൽ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിനെ നമ്മൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ആ തേർഡ് വണ്ണിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഫോർത്ത് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സിക്സ്ത് നമ്മളെ ലാസ്റ്റ് സ്റ്റിച്ചാണ് കഴിഞ്ഞ റൗണ്ടിലെ. സിക്സ്ത് സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ അതൊന്നിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ഡാർക്ക് കളർ ആകുമ്പോൾ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാനൊക്കെ പാടാവും. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാതെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്കതിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ മുഴുവനും നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഈ ഭാഗം വരുന്ന ലൂപ്പ് ഫ്രണ്ട് ലൂപ്പും ഇവിടെ വരുന്ന ലൂപ്പ് ബാക്ക് ലൂപ്പും ആണ്. അപ്പോൾ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ഞാൻ ഓൾറെഡി ചെയ്തു. 2 3 നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4 നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 5 നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 6 നെക്സ്റ്റിൽ 7 നെക്സ്റ്റിൽ 8 നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 9 നെക്സ്റ്റിൽ 10 നെക്സ്റ്റിൽ 11 ലാസ്റ്റ് 1ൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 12. അപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ
കാണും. അപ്പോൾ നമ്മളിത് അപ്പർ പാർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്ത ആ സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 2 റൗണ്ട് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് അടുത്ത 2 റൗണ്ടും ചെയ്യുന്നത്. 1 2 2 ലൂപ്പ് യൂസ് ചെയ്യണേ. 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ഒന്ന് ഓൾറെഡി സ്റ്റിച്ച് മാർക്കറിൽ ചെയ്തു. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പം ഞാനിവിടെ ലെങ്ത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ലെങ്ത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് നിങ്ങൾ 2-3 റൗണ്ടും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അതിലൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ലൂപ്പ് കിട്ടും. ലൂപ്പിനെ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ യാൺ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ യാൺ നമുക്ക് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഈ യാണോ നമ്മളെ ടൈൽ ലൈനിൽ വലിച്ച യാണോ ഒക്കെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സെയിം ആയിട്ട് നമുക്ക് ഒന്നും കൂടി ചെയ്യണം. ഇനി ചെയ്യുമ്പോൾ നമ്മൾ ഈ യാൺ കട്ട് ചെയ്യണ്ട കേട്ടോ. ഈ യാൺ കട്ട് ചെയ്യാതെ ഈ ഒരു 4 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഒരു ലെഗും കൂടി ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് ലെഗിൻ്റെ ഈ യാൺ കട്ട് ചെയ്യുന്നില്ല. ഒരു ലെഗിൻ്റെ കാല് കട്ട് ചെയ്താൽ മതി, യാൺ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 5 റൗണ്ട് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. ടോട്ടൽ 5 റൗണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ചെയിൻ 2 ചെയ്യുക. 1 2. അതിന് ശേഷം നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം, ആ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ യാണ് ജോയിൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 5 6 7
8 9 10 11 12. അപ്പോൾ നമ്മൾ 12 സ്റ്റിച്ച് ചെയ്തപ്പോൾ ഈ റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ല, ആ ഒരു 2 ചെയിൻ സ്റ്റിച്ചിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഫസ്റ്റ് വണ്ണിൽ 1 ചെയ്തു, സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ 1 2 3 6 7 8 9 10 11 12. നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സെക്കൻഡ് ലെഗിലും ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്ന് പറഞ്ഞ് 12 എണ്ണം ചെയ്തു. വീണ്ടും നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഈ 2 ചെയിൻ ചെയ്ത് അവിടെ 2 ചെയിൻ വീണ്ടും ചെയ്യുക. 1 സെക്കൻഡിലും 2. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതിൽ 12 സ്റ്റിച്ചും ഇതിൽ 12 സ്റ്റിച്ചും അങ്ങനെ 24 സ്റ്റിച്ച്. ഈ 2 ചെയിനിൽ ഫസ്റ്റ് ഭാഗത്ത് 2 എണ്ണം ചെയ്തു, ഈ ഒരു ഭാഗത്ത് 2 എണ്ണം ചെയ്തു. അപ്പോൾ 4ഉം 2ഉം 2ഉം 4, 4ഉം ഇതിൽ 24, അങ്ങനെ ടോട്ടൽ 28 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമുക്ക് ഈ ഒരു റൗണ്ടിൽ കിട്ടുക. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. വീണ്ടും അവിടെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ഒരു പാറ്റേൺ അങ്ങനെ 28 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 28 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ ഇവിടുന്ന് 6 മുതൽ 6 7 8 9 10 11 12 13 അങ്ങനെ നമ്മൾ 6 റൗണ്ടും കൂടി ഈ ഒരു ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം അങ്ങനെ ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. വീണ്ടും അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇങ്ങനെ പിന്നെ ചുറ്റിലും അങ്ങനെ നമ്മൾ 6 റൗണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 6 റൗണ്ടും കൂടി ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് 14ാമത്തെ റൗണ്ടാണ്. ടോട്ടൽ നമ്മൾ 13 റൗണ്ട് ഇപ്പോൾ ചെയ്തു. ഈ 14ാമത്തെ റൗണ്ടിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 ഓൾറെഡി ചെയ്തു. 2 3
4 5 5 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. സിക്സ്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെവൻത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു യാണോർ ചെയ്യുക. പിന്നെ ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. യാണോർ ചെയ്യുക. ഹുക്കിനെ ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് 1 2 3 4 5 സ്റ്റിച്ച് ചെയ്യുക. 6th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. യാണോർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ ഇങ്ങനെ എടുക്കുക. വീണ്ടും യാണോർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 5 സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളുടെ 14ാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 15ാമത്തെ സ്റ്റിച്ചിൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ ഓൾറെഡി ചെയ്തു. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3rd വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്ത് നമുക്കൊരു ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 ഇനി 3rd വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. യാണോർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 1 2 3rd വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. യാണോർ ചെയ്യുക. 2 എണ്ണത്തിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ 1 2 3rd വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 1 2 3rd വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. 1 2 3rd വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. യാൺ കട്ട് ചെയ്യുക. അതിനുശേഷം യാൺ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ യാൺ നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ലെഗ് ബോഡിയും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നല്ല കാലിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ല ഫിംഗർ കൊണ്ട് ഇങ്ങനെ ടൈറ്റാക്കി സ്റ്റഫ് ചെയ്യാം. ഇവിടെ ലെഗും ബോഡിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് ചെയ്ത് കൊടുക്കാം.
ഹെഡ് നമുക്ക് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6. അപ്പോൾ ഈ സർക്കിളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു ടൈൽ ലൈൻ്റെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒരു ചെയിന് പോലെ കാണുന്ന താഴെ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത സിംഗിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സെക്കൻഡ് റൗണ്ടോടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ചെയിൻ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യും. അപ്പോൾ നമ്മൾ 6 സ്റ്റിച്ചിന് രണ്ടെണ്ണം വീതം ചെയ്തിട്ട് 12 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്തത്. സെക്കൻഡ് വണ്ണിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് വണ്ണിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് വണ്ണിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സിക്സ്ത് വണ്ണിലും ലാസ്റ്റ് സ്റ്റിച്ചാണ് ഈ റൗണ്ടിൽ. അതിലും നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ഈ ഒരു റൗണ്ടിൽ കിട്ടുക. ഇവിടെ ഇങ്ങനെ ഈ ഒരു ചെയിന് പോലെ കാണുന്ന ആ ഭാഗം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിഗിനേഴ്സ് ആകുമ്പോൾ കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ റിമൂവ് ചെയ്ത സ്ഥലത്ത് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കുക. തേർഡ് റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഈ റൗണ്ടിൽ നമ്മൾ 1 സിംഗിൾ ക്രോഷേ 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 2 1 2 എന്നുള്ള പാറ്റേൺ. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 1 ചെയ്തു. സെക്കൻഡ് 1 2 ചെയ്ത് കൊടുക്കണം. 2 എന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്റ്റിച്ചാണ്. 1 തന്നെ 2 ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ 2 അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അവിടെ ഇങ്ങനെ ചെയിന് പോലെ കാണുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അടുത്ത 18 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഫോർത്ത് റൗണ്ടിലേക്ക് പോവാം കേട്ടോ. ഫോർത്ത് റൗണ്ടിലേക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമ്മൾ അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി ഫോർത്ത് റൗണ്ടിൽ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 നമ്മൾ ഓൾറെഡി ചെയ്തു. സെക്കൻഡ് 1ലും 1 ചെയ്യാം. തേർഡ് 1ൽ 2 സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയും കേട്ടോ. ഇനി അടുത്തതിൽ 1ൽ 1 ചെയ്യുക. സെക്കൻഡ് 1ലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് 1ൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി 1 സെക്കൻഡ് 1ലും 1 തേർഡ് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ 1 സെക്കൻഡ് 1ലും 1 തേർഡ് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ചെയ്യുക.
1 1 ലാസ്റ്റ് ചെയിനിൽ 2 ചെയ്യാം. അപ്പോൾ നമ്മൾ 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമ്മളിങ്ങനെ ഇൻക്രീസായി വരുന്നത് കാണുന്നില്ലേ? അപ്പോൾ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. നമുക്ക് 5th വണ്ണിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 5th വൺ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ 5th റൗണ്ടിൽ ചെയ്യുന്നത്. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കാം. 1 ഓൾറെഡി ഞാൻ സ്റ്റിച്ച് മാർക്കറിൽ 1 ചെയ്തു. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ നമ്മൾ 5th റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തപ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയത്. ഇനി നമ്മൾ 6th വണ്ണ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ, 4ാമത്തെ ചെയിനിൽ ഇൻക്രീസിങ് 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 ഓൾറെഡി ചെയ്തു. 2nd വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3rd വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4th വണ്ണിൽ 1 തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 1 2 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 4th വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 4th വണ്ണിൽ 1 തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 2 3 4th വണ്ണിൽ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 2 3 4th വണ്ണിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4th വണ്ണിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ 6th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. 30 കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ 7th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 7th റൗണ്ടിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ആ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കുക. 7th റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടുന്നുണ്ട് നോക്കാം. 1 2 3 4 5 6
7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അപ്പോൾ നമുക്ക് ഈ നമ്മളെ 7th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം നമ്മൾ ചെയ്തത്, എന്നിട്ട് നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കറക്റ്റ് നമ്പർ കിട്ടിയാൽ മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ റിമൂവ് ചെയ്തിട്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് ആക്കിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇനി 8th റൗണ്ടാണ്. 8th റൗണ്ടിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് സിസ് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി 4 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. ഒന്ന് ഓൾറെഡി ചെയ്തു. 2 3 4 സിംഗിൾ ക്രോഷേ ചെയ്തു. നമുക്ക് 5th വണ്ണിൽ ഒരു ഇൻക്രീസിങ് ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. വീണ്ടും 4 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 2 3 4 5th വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 4 5th വണ്ണിൽ നമുക്ക് ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5th വണ്ണിൽ നമുക്ക് ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 1 2 3 4 5th വണ്ണിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5th വണ്ണിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 9 മുതൽ 12 വരെ 9 10 11 12 4 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ 9th സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റിച്ച് മാർക്കർ വെക്കാം. മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം അങ്ങനെ ചെയ്ത് കൊടുക്കുക. 9ാമത്തെ റൗണ്ട്, 10ാമത്തെ റൗണ്ട്, 11ാമത്തെ റൗണ്ട്, 12ാമത്തെ റൗണ്ട്, അങ്ങനെ നമ്മൾ 4 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. വീണ്ടും അവിടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് 4 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 4 റൗണ്ടിലും 9 മുതൽ 12 വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമ്മൾ 13ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 13ാമത്തെ റൗണ്ടിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ 13ാമത്തെ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഓൾറെഡി ചെയ്തു. 2
3 4 5 5 സിംഗിൾ ക്രോഷ്യ. 6th വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 4 5 5 സിംഗിൾ ക്രോഷ്യ ഓരോ ചെയിനിലും ചെയ്തു. 6th വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6th വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 4 5 6th വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇവിടെ എത്തുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. മൂന്നാമത്തെ റൗണ്ടിൽ 5 സിംഗിൾ ക്രോഷ്യ 6th വണ്ണിൽ ഇൻക്രീസിംഗ് എന്നുള്ള പാറ്റേൺ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി 14ാമത്തെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. 14ാമത്തെ റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 ചെയ്തു. അങ്ങനെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 2 3 4 5 6 7 8 9 10 ഞാൻ നമ്മൾ ഇത് ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. 40 41 42 അപ്പോൾ 14ാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുന്നത്. ഇനി നമ്മൾ 15ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒന്ന് ഓൾറെഡി ചെയ്തു. 2 3 4 5 5 സിംഗിൾ ക്രോഷ്യ ചെയ്തു. 6th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. യാണോൾ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാണോൾ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമുക്ക് 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 സിംഗിൾ ക്രോഷ്യ ചെയ്തു. 6th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. യാണോൾ ചെയ്യുക. 2 എണ്ണത്തിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോൾ ചെയ്യുക. 2 എണ്ണത്തിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 1 2 3 4 5 6th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് ലാസ്റ്റ് 2 സ്റ്റിച്ച് ഉണ്ട്. ആ 2 സ്റ്റിച്ച് നമുക്കൊരു ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് 15ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി 16ാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത ആ സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 2 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. ഒന്ന് ഓൾറെഡി ചെയ്തു. 2nd വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 3rd വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 1 2 സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ 3rd വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്യുക. അടുത്ത 1 നെക്സ്റ്റിൽ 1
തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് മുഴുവനും 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 16ാമത്തെ റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് 2 സ്റ്റിച്ചിൻ്റെ ആ 2 സ്റ്റിച്ചും നമുക്കൊരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. 16ാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 27 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി 17ാമത്തെ റൗണ്ടിൽ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ചെയ്ത് അവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ 1 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ഒരു ഡിക്രീസ് നമ്മൾ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു ഡിക്രീസിങ് ആണ്. സെക്കൻഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ നമുക്ക് സെക്കൻഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസിങ് എന്നുള്ള